നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസിന് നൽകിയ മൊഴി പ്രകാരം തിരിച്ചു കയറാനാവാത്ത കടബാധ്യതയാണ് ഈ അരുംകൊലയ്ക്ക് കാരണമെന്നതാണ് വ്യക്തമായത്. അഫാന്റെ അമ്മ ഷെമി പലരിൽ നിന്നായി കടം വാങ്ങിയതടക്കം 65 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നുവെന്നും കടക്കാർ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുകയും മറ്റാരും സഹായിക്കാൻ ഇല്ലാതെ വരികയും ചെയ്തതോടെയാണ് കൂട്ടക്കുരുതി നടത്തിയതെന്നാണ് അഫാൻ മൊഴി നൽകിയത്. എന്നാൽ സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് ഇത്രയും വലിയ കടബാധ്യതയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നതാണ് ആ മൊഴിയിൽ നിന്ന് വ്യക്തമായത്. അതായത് അഫാന്റെ മൊഴി കേട്ട അദ്ദേഹം സ്തബ്ധനായിട്ട് നിന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അബ്ദുൾ റഹീം പോലീസിനോട് പോലും പറഞ്ഞത്. ബാങ്ക് വായ്പയും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും ഉൾപ്പെടെ 15 ലക്ഷം രൂപ കടമുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാണ് റഹീമിന്റെ മൊഴി. അഫാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള വിവരവും അറിയാമായിരുന്നു. ആ പെൺകുട്ടിയുടെ മാലപ്പണയം വെച്ചിരുന്നു. അത് എടുത്തു നൽകാനായി 60,000 രൂപ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് അയച്ചെന്നുകൂടി റഹീം പറഞ്ഞു വെക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് കഴിഞ്ഞ 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരം നാട്ടിലേക്ക് വിളിക്കാറും ഉണ്ടായിരുന്നില്ല. അതിനാൽ അടുത്ത സമയത്ത് നാട്ടിൽ എന്തൊക്കെയാണ് നടന്നത് എന്നതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ് റഹീം പറഞ്ഞത്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. 14 പേരിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും ചേർന്ന് കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിന് വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. ഇതോടെ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും തീരുമാനിച്ചതായി പോലീസും വ്യക്തമാക്കുന്നു. അഫാന്റെ അമ്മ ഷെമി ചിട്ടി നടത്തിയിട്ടും പണം കുറെ പോയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമി ചിട്ടി നടത്തിയത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി, പക്ഷേ പണം നൽകിയില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കവും ഉണ്ടായി. അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ അബ്ദുൾ റഹീം, അതായത് അഫാന്റെ പിതാവ്, വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ വെള്ളിയാഴ്ച പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വല്യമ്മ സൽമ ബീവിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ തലയ്ക്കടിച്ചെന്നാണ് മൊഴി. നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് വിരോധത്തിന് കാരണം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് വല്യമ്മ നിരന്തരം കുറ്റപ്പെടുത്തി. ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാനേ കഴിയുമായിരുന്നില്ല. രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ വല്യമ്മയുടെ വീട്ടിൽ പോയത് അതുകൊണ്ടാണ്. ഉമ്മ മരിച്ചുവെന്നാണ് കരുതിയത്. വല്യമ്മയുടെ വീട്ടിലെത്തിയ ഉടൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. തുടർന്ന് 1.5 പവന്റെ മാല എടുത്ത് തിരികെ ഇങ്ങ് പോന്നു. ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. 40,000 രൂപ കടം വീട്ടിയ ശേഷം വാപ്പയുടെ സഹോദരന്റെ, അതായത് അബ്ദുൾ റഹീമിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുകയാണ്. അഫാന്റെ അറസ്റ്റിന് മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് CIയോടാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കൊല്ലണമെന്ന ഉദ്ദേശത്തിലാണ് സൽമ ബീവിയുടെ വീട്ടിൽ എത്തിയതെന്നും അഫാൻ വ്യക്തമായി തന്നെ പറഞ്ഞു. ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല. ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് അവരെ കൂടി കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറഞ്ഞു വെച്ചു. നന്ദി.